സുഗമോദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പൂജയും കർമ്മങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം നന്ദൻ ഒരല്പം ആശ്വാസമൊക്കെ കാണിക്കുന്നുണ്ട്. വർത്തമാനത്തിലും പെരുമാറ്റത്തിലും മുന്നത്തേക്കായും ഒന്ന് ഓക്കെ ആയതുപോലെ തോന്നിയത് കാരണം ദേവിക്കും വീട്ടിലെ എല്ലാവർക്കും സമാധാനമാകുന്നുണ്ട്. മുമ്പാണെങ്കിൽ എന്ത് പറഞ്ഞാലും അടുത്ത് വന്നാലും പേടി കാണിക്കുന്ന നന്ദനാണെങ്കിൽ ഇപ്പോൾ സമാധാനത്തിൽ കാര്യങ്ങൾ പറയുന്നത് കേൾക്കുകയും അതിന് മറുപടി പറയുകയൊക്കെ ചെയ്യുന്നു. ദേവികയാണെങ്കിൽ ഒരു MLA അല്ലേ, കുറേ ദിവസമായിട്ട് വീട്ടിൽ തന്നെ നിൽക്കുകയാണ്. നന്ദൻ ഇങ്ങനെ ഡിപ്രഷൻ കാണിക്കുന്നത് കാരണം തൻ്റെ എല്ലാ പ്രോഗ്രാമും ക്യാൻസൽ ചെയ്ത് നന്ദനോട് മാത്രം നിൽക്കുന്നു. അപ്പം നന്ദൻ ഓക്കെ ആയ സ്ഥിതിക്ക് അർജൻറ്റായിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് ദേവി പോകുന്നു. കെവിനോടും നന്ദനോടും ഒക്കെ അനുവാദം ചോദിച്ചിട്ടാണ് പോകുന്നത്. അപ്പം നന്ദു ഒന്ന് ഓക്കെ ആയതുകൊണ്ട് മാത്രമാണ് അവൾ പോകുന്നതും. അപ്പോൾ കെവിൻ പറയുന്നു, അതിനെന്താ പോയിട്ട് വാ, ഞാനിവിടെ ഇരിപ്പുണ്ട്. എന്തായാലും കെവിനോട് താങ്ക്സ് ഒക്കെ പറയുന്നു. കാരണം നന്ദൻ ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട് കെവിനെ കൊണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു. അതുകൊണ്ട് ഒരു താങ്ക്സ് ഒക്കെ പറയുമ്പോൾ നന്ദിയുടെ ആവശ്യമൊന്നുമില്ലെന്ന് കെവിനും പറയുന്നുണ്ട്. പ്രഭാവതിയോടും സിദ്ധാർത്ഥനോടും അനുവാദം ചോദിച്ച് ദേവി അങ്ങ് പോകുമ്പോഴത്തേക്കും അത് രജനി ഭയങ്കര പ്രശ്നമാക്കുന്നുണ്ട്. നന്ദൻ ഇങ്ങനെ വയ്യാതെ കിടക്കുന്ന സമയത്താണോ ദേവിക ഇങ്ങനെ പാർട്ടി കാര്യങ്ങളും മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് പോകുന്നത്? അവളുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ? ആരും ചോദിക്കാനും പറയാനും ഇല്ലെന്നുള്ളൊരു അഹങ്കാരം. MLA ആയ സ്ഥിതിക്ക് ഇപ്പോൾ അവൾ തറയിലൊന്നും അല്ല നിൽക്കുന്നത്. എന്താ മോളെ നീ പറയുന്നത്? ദേവികയ്ക്ക് അർജൻറ്റായിട്ട് ചെയ്യേണ്ട പല കാര്യങ്ങളും ഇല്ലേ എന്ന് പ്രഭാവതി ചോദിക്കുന്ന സമയത്ത് സിദ്ധു പറയുന്നു, അതൊക്കെ ഇവക്കറിയേണ്ട കാര്യം എന്താ? അല്ലേലും അച്ഛൻ ദേവികയുടെ പക്ഷത്തല്ലേ നിൽക്കൂ. അവളെ എടുത്ത് തലയിൽ വെച്ചതിന് ശേഷമാണ് ചന്ദ്രോത്ത് വീടിങ്ങനെ അതപ്പതിക്കാൻ തുടങ്ങിയത്. അവൾ എന്ത് ചെയ്താലും സപ്പോർട്ട് ചെയ്യാൻ അച്ഛനുണ്ടെന്നുള്ള ധൈര്യം അവൾക്ക്. നീ എന്താ മോളെ പറയുന്നത്? അവൾക്ക് അർജൻറ്റായിട്ട് ചെയ്യേണ്ട പല മീറ്റിങ്ങും കാര്യങ്ങളും എല്ലാം വേണ്ടെന്ന് വെച്ചാൽ ഇത്രയും ദിവസം ഈ വീട്ടിൽ നന്ദനോടൊപ്പം നിന്നത്. അവളുടെ കാര്യങ്ങൾ അവൾ തന്നെ ചെയ്യണ്ടേ? അവളൊരു MLA അല്ലേ? അച്ഛൻ അങ്ങനെ പറയുമെന്ന് എനിക്കറിയാം. അവളെ എടുത്ത് തലയിൽ വെച്ചോ. അച്ഛൻ ശരിക്കും ഒരു സ്വാർത്ഥനാ. സ്വന്തം മകനേക്കായും അച്ഛൻ പാർട്ടിയിലേക്ക് കൊണ്ടുവന്ന് MLA ആയ ദേവിക നല്ലവളാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള സ്വാർത്ഥതയാ. എന്താടി നീ പറഞ്ഞെന്ന് ചോദിച്ച് സിദ്ധു ആണെങ്കിൽ രജനിയുടെ കവളത്ത് ആഞ്ഞടിക്കുന്നു. അതിനുശേഷവും രജനി വീണ്ടും സംസാരിക്കാൻ തുടങ്ങുന്നത് കണ്ട് ഗിരീഷ് ആണെങ്കിൽ തടയുന്നുണ്ട്. ഗിരീഷ് തടയുമ്പോൾ രജനിക്ക് ആദ്യം ഇഷ്ടപ്പെടുന്നില്ല. എങ്കിലും സ്ട്രോങ് ആയിട്ട് ഗിരീഷ് അവളെ വിലക്കി കൂട്ടിക്കൊണ്ടു പോകുന്നു. ഇനിയും രജനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അതൊരു ബുദ്ധിമുട്ടാവത്തേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ അധികം നേരം ഇവിടെ നിൽക്കുന്നില്ല. ഗിരി എൻ്റെ കൈ വിട്, എനിക്ക് കുറച്ചും കൂടി അച്ഛനോട് സംസാരിക്കാനുണ്ടെന്ന് പറയുമ്പോൾ ഗിരി പറയുന്നു, നീ എന്തൊരു അഹങ്കാരമായി കാണിക്കുന്നത്? ദേവിക എന്ന് അച്ഛൻ തലയിലെടുത്തു വെച്ചോ അന്ന് മുതലാണ് അച്ഛൻ്റെ മകൾ അഹങ്കാരിയായി മാറിയെന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുന്നുണ്ട് നമ്മുടെ രജനിയും കൂട്ടി ഗിരീഷ് പോകുന്നത് കണ്ടിട്ട് പ്രഭാവതിക്ക് ആകെ സങ്കടമാകുന്നു. മോള് ദേഷ്യപ്പെട്ടാണ് പോയിരിക്കുന്നത്. ഇന്ന് വരെ സിദ്ധു ആണെങ്കിൽ രജനിയെ കൈവെക്കേണ്ട അവസ്ഥ രജനിയായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. എന്നാൽ അതിനൊക്കെ മാറ്റം വന്നിരിക്കുന്നു. പ്രഭാവതി എന്ന് ഇലക്ഷന് മത്സരിക്കാൻ തുടങ്ങിയോ അന്നു മുതൽ വീട്ടിൽ 2 ചേരിയാണെന്ന് തന്നെ പറയാം. ദേവികയുടെ ഭാഗത്തുള്ളവരും രജനിയുടെ ഭാഗത്ത് മാറി നിൽക്കുന്നവരും. എന്തു പറയാൻ, രജനി മാത്രം ഇപ്പോൾ ഒറ്റയ്ക്കായി. എല്ലാവരും ദേവികയ്ക്ക് സപ്പോർട്ടായിട്ടും രജനി ദേവികയോടുള്ള ദേഷ്യത്തിന് യാതൊരു കുറവും മനസ്സിൽ വെക്കുന്നില്ല. ഋഷിയെ കാണാത്തതിൻ്റെ പേരിനുള്ള പരാതി അരുന്ധതി തൻ്റെ പരിചയത്തിലുള്ള ഒരു പോലീസ് ഓഫീസറിന് കൈമാറുന്നുണ്ട്. മേഡം വിഷമിക്കേണ്ട, എത്രയും പെട്ടെന്ന് ഋഷിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം കണ്ടെത്തി തന്നേക്കാം എന്ന് അദ്ദേഹവും വാക്കു കൊടുക്കുന്നു. മുമ്പ് ഇതുപോലെ വീട് വിട്ട് പോയിട്ടുള്ളതായിട്ട് ഇത്തവണയും അങ്ങനെ പോയതാകും എന്ന് അദ്ദേഹം പറയുമ്പോൾ ഒരിക്കലുമല്ല. കുറേ ദുസ്വപ്നങ്ങളും അതുപോലെ ഋഷി ഇന്ന് വരെ എന്നെ വിളിക്കാതിരുന്നിട്ടില്ല. എല്ലാം കൂടി കൂട്ടി നോക്കുമ്പോൾ എന്തൊക്കെയോ പന്തികേട് തോന്നുന്നു അരുന്ധതിയും പറയുന്നു. അതിൻ്റെ പുറത്ത് ഋഷിയുടെ കൂട്ടുകാരുടെ ഡീറ്റെയിൽസും അഡ്രസ്സും ഒക്കെ മേടിച്ചെടുക്കുന്നുണ്ട് അദ്ദേഹം. മാത്രമല്ല ഋഷിയുടെ ശത്രുക്കളെക്കുറിച്ചും തിരക്കുന്നു. അരുന്ധതി ആകെ ഷോക്കായി നിൽക്കുന്നത് കാണുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഏതൊരു മനുഷ്യനും ശത്രുക്കളും മിത്രങ്ങളും ഒക്കെ കാണും. ഋഷിയുടെ ശത്രുക്കളുടെ ഡീറ്റെയിൽസ് തന്നിരുന്നെങ്കിൽ ആ വഴിക്കും ഒന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ എല്ലാം കൊടുക്കുന്നുണ്ട് അരുന്ധതി. അങ്ങനെ ഋഷിയുടെ കൂട്ടുകാരെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുമ്പോൾ അവർ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. ഋഷി കുറച്ച് നാളത്തേക്ക് മാറി നിൽക്കുകയാണെന്നും ഫോൺ എടുക്കാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ എടുക്കുമെന്നും ചിലപ്പോൾ അതുണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ ഈ കഥ അത്ര പോരല്ലോ മോനെ. ഇത് 8 നില പൊട്ടും. മര്യാദയ്ക്ക് സത്യം പറ, ഋഷിയെ കൊന്നോ അതോ കുഴിച്ചു മൂടിയോ? ജീവനോടുണ്ടോ അതോ നാട് കടത്തിയോ? അങ്ങനെ പലതരത്തിൽ പോലീസ് ഓഫീസർ ചോദിക്കുന്നത് കേട്ടിട്ട് കൂട്ടുകാരാകെ പേടിച്ച് വിറച്ച് നിൽക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഋഷിക്ക് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ, നിങ്ങളുടെ അറിവ് ആരെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറയാൻ പറയുമ്പോൾ നമ്മുടെ നന്ദനെയും പ്രഭാവതിയെയും കുറിച്ചുള്ള കാര്യങ്ങൾ അവർ പറയുന്നതായിരിക്കും. അതേസമയം വഴിയരികിൽ ബൈക്ക് നിർത്തി രജനിയെ ശാസിക്കുന്നുണ്ട് ഗിരീഷ്. നീ എന്തൊക്കെയാ ചന്ദ്രത്ത് എന്ന് അച്ഛനോടും അമ്മയോടും പറഞ്ഞത്? സിദ്ധാർത്ഥൻ സാറിന് എല്ലാവരും ഒരു വിലയും നിലയൊക്കെ കൊടുക്കുന്നു.
അദ്ദേഹം ആരായിരുന്നു? സമൂഹത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്തിട്ടുള്ള നന്മകളെല്ലാം അറിയാവുന്ന സ്വന്തം മകൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ കൈ ചൂണ്ടി സംസാരിക്കാനോ നിനക്ക് എങ്ങനെ സാധിക്കുന്നു രജനി? അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞതൊന്നും ഗിരി കേട്ടതല്ലേ? നിൻ്റെ ചില നേരത്തെ സംസാരം കേട്ട് കഴിഞ്ഞാൽ എനിക്ക് പോലും കൈവീശി ഒന്ന് തരാൻ തോന്നും. നിന്നെ അച്ഛൻ തല്ലിയത് എനിക്കൊരു കുറ്റവും തോന്നില്ല എന്നൊക്കെ പറയുമ്പം രജനിയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട്. തിരക്കുകളൊക്കെ കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് വരുന്ന ദേവിയാണെങ്കിൽ പ്രഭാവതിയോട് ആ ഞെട്ടിക്കുന്ന കാര്യം പറയുന്നു. മറ്റൊന്നുമല്ല, ഋഷിയെ കാണാതായ വിവരവും അരുന്ധതി പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്ത കാര്യവും. അത് കേട്ട് പ്രഭാവതി മറ്റൊരർത്ഥത്തിലാണ് തെറ്റിദ്ധരിക്കുന്നത്. അതായത് തന്നെയും തൻ്റെ കുടുംബത്തിനെയും മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഋഷി മറഞ്ഞു നിൽക്കുന്നതായിരിക്കും. അവ ഈ നാട്ടിൽ തന്നെ കാണുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് പ്രഭാവതി പറയുന്നു. അങ്ങനല്ലമ്മ, ഇത്തവണ എന്തൊക്കെയോ പന്തികേട് എനിക്കും തോന്നുന്നുണ്ട്. ഋഷിയെ കാണാതായിട്ട് കുറേ ദിവസമായി. അമ്മയെപ്പോലും അവൻ വിളിക്കാതെ മാറി നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ വിചാരിക്കുന്ന പോലെ ഒരു പയ്യനെയല്ല ഋഷി. ജയിക്കാൻ വേണ്ടി ഏതു മാർഗവും സ്വീകരിക്കുന്ന അവൻ എന്തായാലും നമ്മളെ പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കും ഇപ്പോൾ മാറി നിൽക്കുന്നതെന്നാണ് പ്രഭാവതി വീണ്ടും തറപ്പിച്ച് പറയുന്നത്. എന്തൊക്കെയാകുമെന്ന് കാത്തിരുന്ന് കാണാം. എന്തായാലും ഇന്നോ നാളെയോ ചന്ദ്രോത്ത് വീട്ടിലേക്ക് പോലീസുകാർ കേസ് അന്വേഷണവുമായി വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അതോടെ നന്ദൻ്റെ ആകെയുള്ള സമാധാനവും നഷ്ടമായി. എല്ലാ കാര്യവും എല്ലാവരും അറിയുന്ന നിമിഷത്തിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്.